ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവയുടെ എഞ്ചിനാണ് ഇത് കേട്ടോ. നിലവിൽ നമുക്ക് അതിന്റെ എഞ്ചിൻ ഹെഡ് ഡീകാർബണൈസിങ്ങിനായിട്ട് നമ്മൾ അയച്ചതാണ്. നമ്മുടെ വർക്കിന് കയറ്റിയേക്കുന്നത് ഇപ്പൊ നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻസുകൾ ഉണ്ടല്ലോ. ഹാൻഡിൽ ചെക്കപ്പ്, വണ്ടിക്ക് ഒരു ടൈറ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് മൺഗാർഡ് ചെക്കപ്പ്, പൊസിഷൻ ചെറിയ ചേഞ്ച് ഉണ്ട്, അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഫ്രണ്ട് ടയർ വെട്ടിത്തേണ കംപ്ലൈന്റ് പറയുന്നുണ്ട്. അതേപോലെ ടയർ മാറ്റാനുണ്ട്. ഓൾറൗണ്ട് ഗാർഡ് ഒന്ന് ചെക്കപ്പ്, വെൽഡിങ് വിട്ടുപോയിട്ടുണ്ട്, അപ്പൊ അത് റെഡി ആക്കണം. ജനറൽ സർവീസ് ചെയ്യണം. ബ്രേക്ക് സൗണ്ട് ഉണ്ട്. ഹെഡ് ഡീകാർബണൈസിങ് നോക്കിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റണം. വാട്ടർ സർവീസ് ചെയ്യണം. ഇത്രയാണ് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക്. വണ്ടി ഇപ്പോൾ ഓടിയേക്കണ കിലോമീറ്റർ മീറ്റർ റീഡിംഗ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത് 60,499. 60,499 കിലോമീറ്റർ ആണ് നിലവിൽ മീറ്റർ റീഡിങ് വണ്ടിയുടെ കിലോമീറ്റർ ആയിട്ട് കാണിക്കുക. നിലവിൽ നമ്മളിപ്പോ ഹെഡ് ഡീകാർബണൈസിങ് അഴിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ വണ്ടി രാവിലെ സ്റ്റാർട്ടായി കിട്ടാനായിട്ട് ഒരു രീതിയിലും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചോക്കൊക്കെ ഇട്ട് വലിച്ച് പരമാവധി കുറെ നേരം ട്രൈ ചെയ്യുമ്പോഴൊക്കെയാണ് സ്റ്റാർട്ടായി വരാം. എന്നാൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടിയിട്ട് പിന്നെ ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ലാണ്ട് ഓടും. എന്നാലും ചെറിയ മിസ്സിങ് പ്രശ്നങ്ങൾ ഉണ്ട് വണ്ടിക്ക്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഒന്ന് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് കംപ്രഷൻ ഇല്ല. അതാണ് മെയിനായിട്ട് നമ്മൾ എഞ്ചിൻ ഹെഡിന്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാനെന്ന രീതി അഴിച്ചേക്കണത് കേട്ടോ. ഇതിന്റെ ഹെഡിന്റെ ഭാഗം, സിലിണ്ടറിന്റെ ഭാഗമൊക്കെ ഒരു പ്രാവശ്യം പണിതേക്കണാണ്. ഒരുപാട് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പിസ്റ്റൺ ബോർ ചെയ്തിട്ടാണ് പിസ്റ്റൺ. ഫസ്റ്റ് ബോർ പിസ്റ്റൺ ഇപ്പൊ നിലവിൽ ഇതുമ്മ കിടക്കുന്നത് ബോർ ചെയ്ത് യൂസ് ചെയ്താനാണ്. ആ ബോറിങ് ക്ലിയർ അല്ലാത്തതാണ് മെയിൻ റീസൺ. കാരണം അതിന്റെ ഉള്ളിൽ കൂടെ ഓയിലൊക്കെ കയറി വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഫേസിലേക്ക് ഓയിൽ കയറി വന്ന് കത്തുന്നുണ്ട്. ഓയിൽ ലെവൽ നോക്കുമ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവായിരുന്നു. തീരെ ഓയിൽ ഇല്ലാത്ത രീതിയിലല്ല, ലെവൽ വളരെ കുറവായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വാൽവിന്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് വാൽവും ലീക്കേജ് കാണിക്കുന്നുണ്ട്. ഇതുമ്മ കിടക്കണ വാൽവ് ഒറിജിനൽ ഒന്നല്ല, ഡ്യൂപ്ലിക്കേറ്റ് വാൽവുകളാണ് നമ്മൾ ഇട്ടേക്കണത്. പക്ഷെ എന്നാൽ പോലും ഈ ഇൻലെറ്റ് വാൽവ് ഓൾറെഡി ലീക്ക് ഉണ്ട്. എക്സോസ്റ്റ് അത്രയും പ്രശ്നമില്ല, ഇൻലെറ്റ് വാൽവ് ലീക്കേജും കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ കംപ്രഷൻ ലീക്ക് ആവുന്നതും സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അപ്പൊ നിലവിൽ ഇതിപ്പോ ഒരു പ്രാവശ്യം ബോർ ചെയ്തേക്കുന്ന സിലിണ്ടർ ആയതുകൊണ്ട് നമുക്ക് ഇതുമ്മ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ സിലിണ്ടർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ചെയ്തിട്ട് ഒരുപാട് ആയിട്ടുണ്ടാവാൻ വഴിയില്ല. ഏകദേശം നമുക്കൊരു 5-6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലായിട്ടുണ്ടാവുള്ളൂ എന്തായാലും ഇത് ചെയ്തിട്ട്. കാരണം നമുക്ക് ഇതുമ്മ നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നണത് കേട്ടോ. അപ്പൊ നമുക്ക് നിലവില് സിലിണ്ടർ മാറ്റി പുതിയത് ഇടണമായിരിക്കും ബെറ്റർ. കാരണം ആ കംപ്ലൈൻസ് ഇപ്പൊ കറക്റ്റ് ആയിട്ടാണ് ചെയ്തു പോവാണെങ്കിൽ പിന്നീട് പെട്ടെന്ന് കംപ്ലൈന്റ് വരാത്ത രീതിയിൽ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ ചെയ്യുന്ന വർക്ക് പാർട്സുകൾ ഒറിജിനൽ പാർട്സ് ഇട്ടാ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോ നമ്മളിപ്പോ സിലിണ്ടർ കിറ്റ് മാറ്റിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി 1 ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് അതിന്റെ സർവീസ് സപ്പോർട്ടും നമുക്ക് അതിനകത്ത് ഉണ്ടാവും. കറക്റ്റ് നമ്മൾ പീരിയോഡിക് സർവീസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ 1 വർഷം വാറണ്ടി, 1 വർഷത്തിൽ 12,000 കിലോമീറ്റർ വാറണ്ടിയിലാണ് നമ്മളിപ്പോ എല്ലാ വർക്കുകളും, അതായത് എഞ്ചിൻ സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്യുമ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകണത്. അപ്പൊ ഇതിനകത്ത് മിക്കവാറും എനിക്ക് തോന്നുന്നു സിലിണ്ടർ ബോറിങ് മാത്രമാണ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത. ക്രാങ്കുമേക്ക് വേറെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കണത്. ഞാൻ ഇപ്പൊ സിലിണ്ടർ ഇളക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഹെഡ് ക്ലീൻ ചെയ്യാൻ കരി കുത്താൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോ അഴിച്ചത്. പക്ഷെ അഴിക്കുമ്പോ കരിയുടെ അതിപ്രസരം കൊണ്ട് വന്നേക്കണ കംപ്ലൈന്റ് അല്ല ഈ കംപ്രഷൻ ലീക്കേജ്. ഓൾറെഡി ഇവിടെ കംപ്രഷൻ റിങ്സ് ലീക്കാണ്. അതിന്റെ പിസ്റ്റണിനൊക്കെ അതിന്റെ ഇത് വന്നിരിക്കുന്നുണ്ട്. ഓയിലടക്കം കയറി വരുന്നുണ്ട്. അതൊരു കാരണമാണ്. പിന്നെ വാൽവ് കാര്യങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇൻലെറ്റ് വാൽവ് ലീക്കേജും കാണിക്കുന്നുണ്ട്. അതാണ് മെയിൻ റീസൺ കേട്ടോ. ഇതിപ്പോ ഫസ്റ്റ് ബോർ ചെയ്തിട്ട സമയം കൊണ്ട് മാറ്റിയാൽ മതിയായിരുന്നു. മാറ്റി പുതിയതാണെങ്കിൽ ഏറ്റവും സേഫ് അതായിരുന്നു. പിന്നീട് ഒരു പണി നമുക്ക് വരില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ചെയ്തു പോയി. ഗ്യാസ്കറ്റ് ഒക്കെ കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ഗ്യാസ്കറ്റിന്റെ നമ്മൾ യൂസ് ചെയ്തതാണ്. ഇപ്പോഴും നമുക്ക് പാർട്സുകൾ മാറ്റി, ഡാമേജ് വന്നു കഴിഞ്ഞാൽ പാർട്സ് മാറ്റി കമ്പനി പാർട്സ് മേടിച്ച് സെറ്റ് ചെയ്യാണ് ഏറ്റവും സേഫ്. അതാണ് നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് കറക്റ്റ് ഓയിൽ ചേഞ്ച് പീരിയോഡിക് സർവീസ് കൃത്യമായിട്ട് ചെയ്താൽ മതി. വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. വർഷങ്ങളായിട്ട് ഇപ്പൊ 1.5 ലക്ഷം 2 ലക്ഷം കിലോമീറ്റർ ആയിട്ടും ആക്റ്റീവ എഞ്ചിൻ വർക്ക് അങ്ങനെ മേജർ ആയിട്ടുള്ള വർക്കുകൾ ഇല്ലാതെ ഹെഡ് ഡീകാർബണൈസിങ്ങിനൊക്കെ ആയിട്ടായിരിക്കും. അത് നോർമൽ സർവീസിന്റെ അതിനകത്ത് വന്നതാണ്. അല്ലാതെ കൊണ്ട് മേജർ ആയിട്ടുള്ള കംപ്ലൈന്റ് ആയിട്ട് ഓടാത്ത വണ്ടികൾ, കംപ്ലൈന്റ് വരാത്ത വണ്ടികൾ ഇപ്പോഴും നമുക്ക് നിലവിൽ വണ്ടി ഇവിടെ നമുക്ക് സർവീസ് ഹിസ്റ്ററിയിൽ കറക്റ്റ് ആയിട്ട് ഉണ്ട്. ആ രീതിയിൽ കറക്റ്റ് സർവീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കംപ്ലൈന്റ് ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന്മേ ക്ലച്ചിന്റെ ഭാഗം നമ്മൾ അയച്ചു. ക്ലച്ച് സൈഡൊക്കെ അയച്ച് ചെക്ക് ചെയ്യണതിന്റെ കാരണം എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു ജർക്കിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പൊ ഈ ക്ലച്ച് ഫുള്ളായിട്ട് അയച്ച് ഗ്രീസ് ചെയ്യണമെങ്കിൽ നടത്തണം. അതിന് വേണ്ടിയിട്ട് അയച്ചത്. അപ്പൊ ഈ വീലൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ഉണ്ട്. ഈ ഹോളൊക്കെ ഓവലായി പോയിട്ടുണ്ട്. പിന്നൊക്കെ നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്.
അത് തൽക്കാലം നമുക്ക് ഇതൊന്നും ചെയ്യണ്ട. ഇതൊക്കെ നമുക്ക് ആ പിന്ന് മാത്രം മാറ്റി നമുക്ക് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ചെയ്യാം. ഈ ഓയിൽ സീലും പിന്നും മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാം. കാരണം എന്താ വെച്ചാല് ഇതുമ്മേ ക്ലച്ച് സൈഡിലൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ പോലും നമുക്ക് പുറമേന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് എഞ്ചിൻ ഫയറിങ് നടക്കുന്ന ഭാഗത്ത് ഇപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ ഹെഡ് ഭാഗങ്ങളൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കാം. അതായിരിക്കും കുറെ കൂടി ബെറ്റർ. ഇതിപ്പോ നമുക്ക് നിലവിൽ ക്ലച്ചിന്റെ ഭാഗം ഗ്രീസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. പിന്നെ റോളറും അതിന്റെ ഓയിൽസീലും മാറ്റി കഴിഞ്ഞാൽ ക്ലച്ച് യൂണിറ്റ് ഈ ഭാഗം റെഡിയാവും. പിന്നെ അതിനകത്ത് ഗ്രീസ് ഇട്ടേക്കണത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴും ഗ്രീസ് ചെയ്തിട്ട് അത് ഓവറായിട്ട് വന്നിട്ട് ഈ ക്ലച്ച് ഔട്ടറിലേക്ക് വന്നു ക്ലച്ച് ഷൂമൊക്കെ ഗ്രീസാണ് ഈ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ക്ലച്ച് ഷൂ ഔട്ടറിൽ പിടിക്കാതെ വരികയും വണ്ടി കിടന്ന് ഇങ്ങനെ ജർക്കിങ് കാണിക്കുന്നതിന്റെയും കാരണം അതാണ്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട്. ആ ഓയിൽസിലൊക്കെ മാറ്റി ഗ്രീസും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഇവിടെ വന്നതാണ്. അപ്പൊ അതും ചെറിയ ഓയിൽ മയത്തോട് കൂടിയിട്ട് നടക്കണം. ഈ കാണുന്നൊക്കെ ഗ്രീസാണ്. അത്രയും ഗ്രീസൊന്നും ഇതിനകത്ത് വരേണ്ട കാര്യമില്ല, ഇതിനകത്ത് ഇടാൻ പാടില്ല. ശരിക്കും അത്യാവശ്യം വേണ്ട ഗ്രീസിങ് മാത്രമാണ് ഇതിനകത്ത് നടന്നത്. ഇപ്പൊ ഓവർ ഗ്രീസിങ് വന്നാലും അത് കംപ്ലൈന്റ് ആയിട്ട് വരും. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളതിന്റെ ക്ലച്ചിന്റെ ഓരോ പാർട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വിടണം. പിന്നെ അതിനകത്തേക്ക് വരുമ്പോൾ ഈ ബോസ് ഡ്രൈവ് വേരിയേറ്റർ ബോഡി ഈ രണ്ടായിട്ടും കംപ്ലൈന്റാ. അത്യാവശ്യം ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. തണ്ട ഈ പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി ഒരു പിക്കപ്പ് ലോയൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. തന്നെയല്ല അതിന്റെ ഈ റോളർ വെയിറ്റ് ആണത്. അത് നോക്കുമ്പോൾ ഓരോന്നും തേമാനം വന്നിട്ട് പൊട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ കട്ടായ പോലെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് അത്യാവശ്യം ഇപ്പൊ 1-2 പൊട്ടിയേക്കണതുണ്ട്. അതൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ ഈ സൈഡൊക്കെ ഒന്ന് പൊട്ടിയിരിക്കുന്നു പ്ലാസ്റ്റിക്കിന്റെ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. പിന്നെ കാർബറേറ്ററിനകത്ത് വേണ്ട സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ്. കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം സ്ലോ ജെറ്റൊക്കെ മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതുമേ എയർ ഫിൽട്ടർ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറാണ്. മൊത്തം പൊടി ഒരു ബ്ലോക്കാണ് കേട്ടോ. അപ്പൊ അത് ചേഞ്ച് ചെയ്യണം. എഞ്ചിൻ ഓയിൽ എന്തായാലും നമുക്ക് മാറ്റണം. കാരണം ഞാൻ ഓയിൽ ലെവലില്ല ഒന്നാമത്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഗിയർ ബോക്സിന്റെ ഭാഗത്ത് ഇവിടെ ചെറിയ നനവൊക്കെ ഉണ്ട്. പക്ഷെ തൽക്കാലം നമുക്ക് പതുമൊന്നും ചെയ്യണ്ട. കാരണം ഫ്രണ്ടിലത്തെ ഭാഗങ്ങൾ ആ എഞ്ചിന്റെ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട സിലിണ്ടർ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്തിടാം. പിന്നീട് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ പോലും നമുക്ക് ഇതൊക്കെ വണ്ടിയുമ്പോൾ നിർത്തിയിട്ട് തന്നെ അഴിക്കാവുന്ന ഭാഗമാണ്. ഗിയർ ബോക്സിന്റെ ആയാലും ക്ലച്ചിന്റെ ഭാഗമായാലും അതൊക്കെ നമുക്ക് ആ രീതിയിൽ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ നമുക്ക് അതിന്റെ ഫ്രണ്ട് ടയറിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ടയറ് റിമ്മൊക്കെ തുരുമ്പിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഹാൻഡിൽ പിടുത്തൊക്കെ അതിന്റെയാണ്. മൺകാട് എനിക്ക് അലൈൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓൾഡ് ഔട്ട് കാർഡാണെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വാട്ടർ സർവീസ് ഈ രീതിയിൽ തന്നെ ഒന്ന് അഴിച്ച് ഓപ്പൺ ആയിട്ടൊന്ന് കഴുകുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സിലിണ്ടർ മാറ്റിയിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ള ദിവസമൊക്കെ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. അപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. കാരണം ചെയ്യുമ്പോൾ എപ്പോഴും ക്ലിയർ ആയിട്ട് ചെയ്തു പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ എപ്പോഴും പൈസ മുടക്ക് തന്നെയായിരിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ടി കയറ്റുകയും നല്ല രീതിയിലുള്ള എമൗണ്ട് ചിലവും കാര്യങ്ങളൊക്കെ വരും. പിന്നെ കിടക്കണ ബെൽറ്റൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. പക്ഷെ ഇത് പുതിയതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. പക്ഷെ അത് പരമാവധി ഉപയോഗിക്കാം. ഉപയോഗിച്ച് തീർന്നതിന് ശേഷം പിന്നീട് മാറ്റിയിടുന്ന കമ്പനി ഒറിജിനൽ പാർട്സുകൾ ഇടാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും കസ്റ്റമർ ഇത് അറിയണില്ല. ഓരോ ടെക്നീഷ്യന്മാർ യൂസ് ചെയ്യണ ഐറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർക്ക് അറിയില്ല ഇതെന്താ ഇങ്ങനെ മേടിച്ചിട്ട് അല്ല, കസ്റ്റമറുടെ ധാരണ അല്ല ഒറിജിനൽ പാർട്സിലിട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് ഓരോ ചെയ്യുന്ന വ്യക്തികളുടെ ഇതുപോലെ ഇരിക്കും. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആകാം. അതിന്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും പറയും. പിന്നെ ഇതിന്റെ ഈ എഞ്ചിന്റെ ഇവിടെ ഒരു കവറിങ് ഉണ്ട്. അത് എയർ ജാക്കറ്റ് എന്ന് അതിനെ പറയാം. കാരണം എഞ്ചിൻ ഫുള്ളായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ഇത് വെച്ച് കവർ ചെയ്തിരിക്കുക. കാരണം എഞ്ചിൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാക്കിലെ ബോക്സിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ എഞ്ചിൻ കൂളിംഗ് നടക്കില്ല. എയർ അടിച്ച് കൂളിംഗ് നടക്കില്ല. എയർ കൂളിംഗ് നടത്താനായിട്ട് ഇവിടെ ഒരു ഫാൻ ഉണ്ട്. ആ ഫാൻ വെച്ചിട്ടാണ് അതിന്റെ ഉള്ളിലേക്കൂടെ എയർ സർക്കുലേറ്റ് ചെയ്തിട്ട് എഞ്ചിന്റെ ഈ ഈ സിലിണ്ടറിന്റെ ഫിൻസ് വഴിയൊക്കെ ആയിട്ട് വന്ന് എഞ്ചിനെ ഒന്ന് കൂളാക്കുകയും ആ എയർ പുറത്തേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഈ പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയേക്കാണ്. ശരിക്കും അതും കൂടിയൊക്കെ ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. കാരണം എയർ എപ്പോഴും അതിന്റെ ഉള്ളിൽ കൂളിംഗ് നടക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഈ പറഞ്ഞ രീതിക്കുള്ള ഓവർ ഹീറ്റിംഗ് വരെയും പല കംപ്ലൈൻസുകളും അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഐറ്റം ഓൾറെഡി നമ്മുടെ സ്റ്റോക്ക് ഇല്ല. വലിയ വിലയുള്ള സംഭവമല്ല. ഞാനത് കിട്ടുമെന്ന് നോക്കാം. അതും കൂടിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഇതുമേ പറയാൻ വിട്ടുപോയ ഒരു ഇതുമേ ഇട്ടേക്കുന്ന പ്ലഗ് ഒക്കെ ചെറിയ പ്ലഗാണ്.
നമുക്ക് ആക്റ്റീവയ്ക്ക് ലോങ് ത്രെഡ് പ്ലഗാണ് വരാം. ഇതൊക്കെ ചെറിയ പ്ലഗാണ് നമ്മൾ ഇട്ടേക്കണേ. ഒട്ടുമിക്ക പാർട്സുകൾ നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് കമ്പനി ഐറ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യണതാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഇടാൻ എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും നോക്കിയിട്ട് പറയും, നമുക്കതനുസരിച്ച് ചെയ്യാം അങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഹെഡൊക്കെ ലൈറ്റിൽ പോയി എൻ്റെ കേസാണ്, എന്നാലാണ് അത് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് ചെയ്യാം. ഓൾറെഡി നമുക്ക് കുറേ ലേറ്റായിട്ടാണ് വണ്ടി കയറിയേക്കണേ. കാരണം നമ്മളിപ്പോൾ ലൊക്കേഷൻ ഷിഫ്റ്റ് ആവണതിൻ്റെതായിട്ടുള്ള ചെറിയ തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓർഡർ ആയി വരുന്നുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും.